ആത്മോപദേശ ശതകം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 25-ാം ശ്ലോകം. ഒരുവന് നല്ലതു മന്യനല്ലലും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോരരി നരകാബ്ദിയിൽ വീണരിഞ്ഞിടുന്നു. ഒരുവന് നല്ലതും ഒരാൾക്ക് മേന്മയും അന്യനല്ലലും മറ്റൊരാൾക്ക് ക്ലേശവും ചേർപ്പൊരു തൊഴിൽ ഉണ്ടാകുന്ന രീതിയിൽ കർമ്മം ചെയ്യുന്നത് ആത്മവിരോധി, ആത്മപ്രസാദത്തിന് തടസ്സമുണ്ടാകും. ഓർത്തിടേണം, ഇക്കാര്യം ചിന്തിച്ചറിയണം. പരന് അന്യന്, പരം പരിതാപം അതിയായ ദുഃഖം ഏകിടുന്നോർ ഉണ്ടാക്കുന്നവർ, എരി നരകാബ്ദിയിൽ ചുട്ടരിക്കുന്ന നരകസമുദ്രത്തിൽ വീണെരിഞ്ഞിടുന്നു, അകപ്പെട്ട് വേദനിക്കാൻ ഇടവരുന്നു. ഒരാൾക്ക് മേന്മയും മറ്റൊരാൾക്ക് ക്ലേശവും ഉണ്ടാക്കുന്ന രീതിയിൽ കർമ്മം ചെയ്യുന്നത് ആത്മപ്രസാദത്തിന് തടസ്സമുണ്ടാക്കും. ഇക്കാര്യം ചിന്തിച്ചറിയണം. അന്യന് അതിയായ ദുഃഖമുണ്ടാക്കുന്നവർ ചുട്ടെരിക്കുന്ന നരകസമുദ്രത്തിൽ അകപ്പെട്ട് വേദനിക്കാൻ ഇടവരുന്നു. ആത്മവിരോധി ഓർത്തിടേണം. എല്ലാവരുടെയും സ്വരൂപമായ ആത്മാവ് ഒന്നാണല്ലോ. ഒരാൾക്കുണ്ടാകുന്ന ദുഃഖമോ സുഖമോ അതുകൊണ്ട് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരെയും ബാധിക്കും എന്നോർക്കണം. അപ്പോൾ ഒരുവൻ തനിക്ക് മേന്മയും അന്യന് ദോഷവും വരുന്ന ഒരു കർമ്മം ചെയ്തു എന്ന് കരുതുക. ആ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം മുതൽ ആത്മാവ് ചിന്താകലുഷമാകാൻ തുടങ്ങും. ഭൗതികമായ നേട്ടങ്ങൾ താൽക്കാലികമായി ഉണ്ടായെന്നു വരാം. മനഃശാന്തി എന്നേക്കുമായി നഷ്ടപ്പെടും. ഇതാണ് ആത്മവിരോധിത്വം. ഇത്തരം കർമ്മപരിപാടി തുടർന്ന് അനുഷ്ഠിക്കും തോറും ആത്മാവിലെ ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മരഹസ്യം ചിന്തിച്ചറിഞ്ഞ് അന്യന് ദുഃഖം വരുത്തുന്ന പ്രവൃത്തികൾ വ്യക്തമായും ഒഴിവാക്കേണ്ടതാണ്. നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് തീർച്ചയായും നരകം അനുഭവിക്കേണ്ടി വരും. ഇത് അലംഘനീയമായ ഒരു പ്രപഞ്ച നിയമമാണ്. മരണാനന്തരമോ ജന്മാന്തരമോ അനുഭവിക്കുന്ന നരകം മാത്രമല്ല ഇവിടെ പരാമർശ വിഷയം. ദ്രോഹബുദ്ധി ആവിർഭവിക്കുന്ന നിമിഷം മുതൽ അത് സ്ഥിതി ചെയ്യുന്ന മനസ്സിനെ കരണ്ടു തിന്നാൻ തുടങ്ങുന്നു. പലതരം ദുഷിച്ച ഭാവനകളിൽ കൂടി ആത്മാവിനെ നിമിഷം പ്രതി പതിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ദ്രോഹബുദ്ധി ദ്രോഹത്തിന് പാത്രമാകുന്നവനേക്കാൾ ദ്രോഹകർത്താവിനെയാണ് അധികം ക്ലേശിപ്പിക്കുന്നതും പതിപ്പിക്കുകയും ചെയ്യുന്നത്. ചുരുക്കത്തിൽ ദ്രോഹബുദ്ധി ദ്രോഹത്തിന് പാത്രമാകുന്നവനേക്കാൾ ദ്രോഹകർത്താവിനെയാണ് അധികം ക്ലേശിപ്പിക്കുകയും പതിപ്പിക്കുകയും ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകാശവും സുഖവും അനുഭവിക്കുന്നവർക്കു മാത്രമേ വിദ്വേഷത്തിൻ്റെയും ക്രൂരതയുടെയും ഇരുട്ടും ദുഃഖവും വേണ്ടവണ്ണം അറിയുവാൻ കഴിയൂ. സ്നേഹം തുടങ്ങിയ ഗുണങ്ങൾ ആത്മതത്വത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുകയും ദ്വേഷം തുടങ്ങിയ ദോഷങ്ങൾ ആത്മതത്വത്തെ കൂടുതൽ ഇരുട്ടുകൊണ്ട് മൂടിക്കളയുകയും ചെയ്യുന്നു. അതുകൊണ്ടുകൂടെയാണ് പരദ്രോഹം ആത്മവിരോധിയാണെന്ന് എടുത്തു പറഞ്ഞത്. ആത്മാവ് കൂടുതൽ മറയ്ക്കപ്പെടും തോറും നരകാനുഭൂതിയുടെ ശക്തിയും കൂടും. ഇതാണ് നിയമം. സകല ജീവികളുടെയും ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ബോധസ്വരൂപനായ ആത്മാവ് ഒന്നുതന്നെയാണെന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം എല്ലാവർക്കും എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? ഞാൻ, നീ എന്നിങ്ങനെയുള്ള ഭേദബുദ്ധി എന്തുകൊണ്ടുണ്ടാകുന്നു? സ്വാഭാവികമായി ആരിലും പൊന്തി വരാവുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.